ഫ്രാൻസിസ് പാപ്പായെ കല്യാണത്തിന് ക്ഷണിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ദമ്പതികൾ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മാധ്യമ ശ്രദ്ധ നേടുന്നത്. ക്ഷണം സ്വീകരിച്ച പാപ്പ അവർക്ക് സമ്മാനങ്ങളും അയച്ചു. വളരെ അപൂർവമായ സംഭവങ്ങൾ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ക്ലാര ക്യൂവാസ്, നഹുവൽ സൊട്ടേലോ ദമ്പതികൾക്കാണ് ഈ ഭാഗ്യം ലഭിച്ചത്. 2023 ഡിസംബർ 15 ഇവരുടെ വിവാഹമെങ്കിലും അടുത്തിടെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ദമ്പതികൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവാഹത്തിന് കുറച്ചു മുമ്പ് റോമിലേക്കുള്ള ഒരു ബിസിനസ് യാത്രയ്ക്കിടെയാണ് ഫ്രാൻസിസ് പാപ്പായെ ചടങ്ങിലേക്ക് ക്ഷണിക്കുക എന്ന ആശയം ഇവരുടെ മനസ്സിൽ ഉടലെടുക്കുന്നത്. ഇതേ തുടർന്ന് ഒരു മഞ്ഞ കവറിൽ ഒരു പ്രത്യേക ക്ഷണക്കത്ത് തയ്യാറാക്കുകയും ചെയ്തു. ക്ഷണക്കത്തിൽ വിവാഹത്തിൻ്റെ മറ്റ് വിശദാംശങ്ങൾക്കൊപ്പം പ്രാർത്ഥനാ മൂലക്കല്ലായുള്ള ഒരു ഗോവണി പോലെ ആയിരിക്കണം തങ്ങളുടെ വിവാഹം എന്ന ആശയവും ഇവർ വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെ തയ്യാറാക്കിയ കത്തുമായി പൊതുസദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞെങ്കിലും ക്ഷണക്കത്ത് പാപ്പായ്ക്ക് നേരിട്ട് നൽകാൻ സാധിച്ചില്ല. പകരം ഒരു സ്വിസ് ഗാർഡിൻ്റെ കയ്യിൽ കത്ത് നൽകിയെങ്കിലും അത് പാപ്പായുടെ കൈവശം എത്തുമെന്ന കാര്യത്തിൽ അവർക്കൊരു ഉറപ്പുമുണ്ടായിരുന്നില്ല. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത്തെ ശ്രമത്തിൽ ക്യൂവാസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, "ഞാൻ ഡിസംബറിൽ വിവാഹിതയാകും. ഞാൻ ഒരു അർജന്റീനക്കാരനെ വിവാഹം കഴിക്കുന്നു." ഇത് ഫ്രാൻസിസ് പാപ്പായുടെ ശ്രദ്ധ ആകർഷിച്ചു. അദ്ദേഹം അടുപ്പത്തിൻ്റെ ആംഗ്യത്തോടെ പ്രതികരിച്ചു. ആഴ്ചകൾക്ക് ശേഷം പരിശുദ്ധ പിതാവ് വിവാഹത്തിൽ പങ്കെടുത്തില്ലെങ്കിലും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ നിന്ന് അവർക്ക് പ്രതികരണം ലഭിച്ചു. ബിഷപ്പ് റോബർട്ടോ കാമ്പിസി അവർക്ക് 2 ജപമാലകളും ഒരു കാർഡും സഹിതം പാപ്പായെ പ്രതിനിധീകരിച്ച് ഒരു കത്തയച്ചു. അതിൽ ക്ഷണത്തിന് പാപ്പ നന്ദി പറയുകയും വിവാഹ കൂദാശയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കൂടാതെ കത്തിൽ നിങ്ങളായിരിക്കുന്ന കുടുംബത്തിൻ്റെ കേന്ദ്രബിന്ദുവായി ദൈവത്തെ പ്രതിഷ്ഠിക്കണമെന്നും പകയുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കണമെന്നും ആഹ്വാനം ചെയ്യുകയും അപ്പസ്തോലിക ആശീർവാദം നവദമ്പതികൾക്കായി നൽകുകയും ചെയ്തിരുന്നു.